പോയാലോ? നമ്മൾ ഇവിടുന്ന് വേണം തീരുമാനിക്കാൻ നമ്മൾ എങ്ങോട്ട് പോകണം. ഒരു 40 കിലോമീറ്റർ ഓടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പഴനിയെത്തും. എൻട്രി ഫീസ് സൗണ്ട് സംശയം. കോടമഞ്ഞ് എന്തുവാടേ ഈ കിച്ചണിനാണ് 700 രൂപ പറയുന്നവര്. നമ്മള് ഒരു വൺ ഡേ ട്രിപ്പാണ് പ്ലാൻ ചെയ്തത് കേട്ടോ. വൈഫിന് കറക്റ്റായിട്ട് വിവരങ്ങൾ അറിയില്ല. നമ്മുടെ ഇന്നലെ രാത്രി തന്നെ ലഗേജൊക്കെ നമ്മൾ വണ്ടിയിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പോട്ടെ പോട്ടെ ശരി. ആരും വീട്ടിൽ നിന്ന് സമ്മതം കിട്ടൂല. സ്വാഭാവികമായിട്ടും നമ്മളൊരു ട്രിപ്പ് പോകുമ്പോ വീട്ടില് കളവ് പറഞ്ഞിട്ടാ പോവാ. രാത്രി തിരിച്ചെത്തുന്ന പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് പോവുക. അപ്പോ പ്ലാനിങ് എങ്ങോട്ടാ പോകണമെന്നുള്ള പ്ലാനിങ് ഇപ്പോഴും ആയിട്ടില്ല. എല്ലാവരും വണ്ടിയിൽ എത്തിയതിനു ശേഷം നേരെ പാലക്കാട് പോകണം. പാലക്കാട് നിന്നാണ് തീരുമാനിക്കുക. നമ്മളെ യാത്രയുടെ വിശദമായിട്ടുള്ള വിവരങ്ങളൊക്കെ നമ്മൾ വീഡിയോ കൂടെ പറയുന്നുണ്ട്. പോകുന്ന സ്ഥലങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ വീഡിയോ കൂടെ വിശദമായിട്ട് പറയുന്നുണ്ട്. പറഞ്ഞെന്താ വെച്ചാൽ എല്ലാവരും നുണ പറഞ്ഞിട്ടാണ്, കളവ് പറഞ്ഞിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടാകുക. ഡ്രസ്സൊക്കെ പാക്ക് ചെയ്തിട്ട് പല സ്ഥലത്തും വെച്ചിട്ടുണ്ടാവും. ആർക്കും വീട്ടിൽ നിന്ന് സമ്മതം കറക്റ്റായിട്ട് കിട്ടൂല. അവിടുന്ന് അതന്നെ സ്ഥിതി കേട്ടോ. നമുക്ക് വൈകുന്നേരത്തെ രാത്രി തിരിച്ചെത്തും എന്നുള്ള വീഡിയോ എടുക്കാൻ പോവാണെന്നുള്ളൊരു നമുക്ക് സമ്മതം കിട്ടിയിട്ടില്ല. രാത്രി തിരിച്ചു വരും എന്നുള്ള ഓക്കെ. അപ്പൊ ഇനി മറ്റുള്ളവർക്ക് പിക്ക് ചെയ്യണം. അവരൊക്കെ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അവരെത്തിക്കണോ ഇല്ലെന്ന് അറിയില്ല. ഓരോരുത്തർ വിളിച്ചിരുന്നു. ഞങ്ങൾ പോയേക്കാം. ഇവിടുന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. 3 പേര് ഇവിടെ വരാന്നാ പറഞ്ഞിട്ടുള്ളത്. അത് ഇനിയിപ്പോ അവരെ കാത്തിരിക്കുകയാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങി കിട്ടാൻ വലിയ പാടാണ്. ഒരാളെത്തിട്ടോ. ഇനി 2 പേരും കൂടി ഉണ്ട്. രാവിലെ കൂടി സെറ്റാകും പോലെ ഇതന്നെ നല്ല കഴിച്ചതായി പോകും. നമ്മുടെ ഏത് കാലത്ത് ഇപ്പോൾ ഓരോ പ്രശ്നം കണ്ടാലും പറഞ്ഞ പള്ളി കൂടെ പോയി 5 മണി 6 മണി മുതൽ 5 മണി തുടങ്ങും. എവിടെ എത്താളും കയറും. മാറ്റി യാത്രയൊക്കെ മകൻ വന്നേ പോട്ടെ. എന്താ എന്റെ പണികൾ പറഞ്ഞു? ഇപ്പൊ വീട്ടിലൊക്കെ നിങ്ങൾ എന്താ പറയുന്നത്? വൈകുന്നേരം ഞാൻ പറഞ്ഞു നാളെ പോരും. എന്റെ മണർക്ക് മറുപോ നാളെ വരില്ലോട്ടോ. ആജോ മാലജി മീനാനെ കൊണ്ട് വെച്ചു കെട്ടി കയറ്റി പോകുന്നു. കുറച്ച് അതിലും വെട്ടി പോകും. മീൻ മേടിച്ചു വരെ പെട്രോള് 2000 അടിക്കും. 2000 അടിക്കല്ലേ? അവിടെ പെട്രോളിന് തന്നെ അടിക്കണേ. വെരി ഗുഡ്. കാർഡ് കൊടുക്ക. ശരി. പാലക്കാട് എത്തിട്ടോ. നമ്മൾ ഇവിടുന്ന് വേണം തീരുമാനിക്കാൻ നമ്മൾ എങ്ങോട്ട് പോകണം, എങ്ങോട്ടാ പോകണമെന്നുള്ള ഒരു സമരമുഖത്താട്ടോ. മറ്റവരൊക്കെ അവിടെ ആ ഭൂരിഭാഗം അഭിപ്രായത്തെ മാനിച്ചുകൊണ്ട് നമ്മള് ഈ പരിപാടി കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ പരിപാടി കഴിഞ്ഞാൽ നേരെ കൊടൈക്കനാലിലേക്കാണ് പോകുന്നത്. ചായ കുടിക്കണ്ടേ? മാന്റിയുടെ മാന്റിനെ വിളിച്ചോക്കാം. ഇറക്കിയ സ്ഥലത്തേക്ക് വരാൻ. അപ്പൊ ഇനി ഞങ്ങളെ പാലക്കാട് വിട്ടോ. ഇനി നേരെ ഞങ്ങൾ പോകുന്നത് കൊടൈക്കനാലിലേക്കാട്ടോ. പാലക്കാട് തന്നെ ഇട്ടോ ഉള്ളത്. പാലക്കാട് നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു ചായ കുടിക്കാൻ വേണ്ടിട്ട് നിർത്തിക്കണം. ഓരോ ചായ കുടിക്കണം. നമ്മള് പാലക്കാട് കോയമ്പത്തൂർ ഹൈവേയുടെ അടിയിൽ കൂടെ വന്നിട്ട് നേരെ പൊള്ളാച്ചി റൂട്ടിലാണ് ഇപ്പൊ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. വീട്ടിൽ നിന്ന് ഒരു കാൽച്ചായ കുടിച്ചിറങ്ങിയ ആൾക്കാരാ. ഇവിടെയുള്ള എണ്ണക്കടികളൊക്കെ ഏകദേശം വിരല് തീർത്തിട്ടുണ്ടോ? എല്ലാവരുടെ കയ്യിലുള്ള എണ്ണക്കടികള്. ഓ ഇത് പോയാ ചപ്പാത്തി കഴിക്കണോ? നന്നായി ആവശ്യത്തില്ല പോലെന്നാ സ്റ്റാർട്ട്. ഇവിടുത്തെ കടികൾക്ക് നല്ല ടേസ്റ്റ് ആറുണ്ട്. പാർസൽ മേടിക്കാൻ വേണ്ടി നാസർ പോയിട്ടുണ്ട് കേട്ടോ. ചിക്കൻ ചപ്പാത്തിക്ക് ചിക്കൻ ഇട്ട കുമ്പളങ്ങ ഇട്ട ചിക്കൻ കറി സൂപ്പറായിരുന്നു. ഞങ്ങള് ഇപ്പൊ പഴനി റൂട്ടിലോട്ടോ. പൊള്ളാച്ചി കഴിഞ്ഞ് ഏകദേശം ഒരു 40 കിലോമീറ്റർ ഓടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പഴനി എത്തും. സമയം 2 മണിയാണ്. ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നിർത്തിയിരിക്കുകയാണ്. ഒരു ഫുഡ് ഓർഡർ ചെയ്താണോ? ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയോ നാസറേ?
അത് മാറ്റി നിങ്ങൾ ഫുഡ് കഴിക്കാൻ തുടങ്ങിയോ ഓട്ടമോ? അതല്ല എന്താ കുഴപ്പമൊന്നും, ഞാൻ ഡയറ്റിങ്ങിലല്ലേ. ചോറില്ലാണ്ട് വേറെന്തല്ല ഇവിടെ? ചോറിനുള്ള ചോറാണ്. ആ കഴിക്കാം. പൊന്നരിയല്ലേ? പൊന്നിരി. ഓക്കെ നമ്മൾ കഴിക്കട്ടോ. എന്നാ പുറത്തുണ്ടേ എന്റെ കഴിക്കൽ കഴിഞ്ഞു. ഞാനീ പറഞ്ഞ ഡയറ്റിന്റെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. ചോറ് കഴിച്ചിട്ട് കുറെ ആയി. ഇനി നമുക്ക് ഇവിടുന്നേ കൊടൈക്കനാലേക്ക് ഏകദേശം ഒരു 100 കിലോമീറ്ററോളം ഉണ്ട്. കൊടൈക്കനാൽ നല്ല ചൂടാട്ടോ അവിടെ, നല്ല ചൂടാണ് വന്നിരിക്കുന്നത്. AC ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ട്. നമ്മൾ AC വർക്കല്ല. ഇനിയിപ്പോ അത് കാണിക്കാനും സമയമില്ല. അപ്പോ 6 വർഷം കഴിച്ച് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരെ പഴനി വഴി കൊടൈക്കനാൽ. ആരാ പറഞ്ഞ? എന്താ പറഞ്ഞേ? എന്താ പറഞ്ഞേ? റോഡ് നോക്കണോ എങ്ങോട്ട്? ആര്യത്ത് കൊടുക്കാൻ വേണ്ടിട്ടാ നമ്മളെ കയറുമ്പോ നമുക്ക് കിട്ടില്ലെങ്കിൽ ഇറങ്ങണം. എന്ത് അങ്ങനെ പറഞ്ഞു സമാധാനം തീരെ ഇഷ്ടപ്പെട്ടു. അത് ഒരു ആവറേജ് എത്ര പറയാൻ പറ്റും? പഴനി ടൗണിലോട്ടോ. പഴനി ടൗണിൽ നിന്ന് നമ്മള് കടന്നിട്ട് കൊടൈക്കനാൽ റൂട്ടിലേക്ക് കടന്നപ്പോഴേ അതുകൊണ്ടായ സംഭവം എന്താ അറിയാം, അവിടുത്തെ ടൗൺ കഴിഞ്ഞിട്ട് വരുന്ന ഒരു പാലം കടന്ന പാടെ ഒരു കൂപ്പൺ തന്നു. എൻട്രി ഫീസ് അത്ര 70 റുപ്യ. കൊടൈക്കനാലിക്ക് പോവുകയാണെങ്കിലും അവിടുന്ന് കടന്നു കഴിഞ്ഞ ഇവിടുത്തെ മുനിസിപ്പാലിറ്റിയുടെ നിയമമാണ് പോലും 70 റുപ്യ കൊടുക്കൂല. ലാസ്റ്റ് ഒരു യൂട്ട് എടുക്കാൻ പറഞ്ഞു, തിരിച്ചു പോകാൻ പറഞ്ഞു. യൂട്ട് എടുക്കൊന്നും ചെയ്യില്ല, ഞങ്ങള് നേരെ കുറച്ചിട്ട് വന്നിട്ട് ആ റൂട്ട് കടന്നു വന്നു. ഏകദേശം ഒരു 3 മണി കഴിഞ്ഞ് 3:30 ആയപ്പോഴത്തേക്കും ഞങ്ങള് പഴനിയിലെത്തി. എല്ലാവരൊക്കെ ചെറിയൊരു മയക്കത്തിലാണ്. ആസറേ ഉറങ്ങ? ഉറങ്ങി. ഇവിടെ എത്തിയപ്പോ ചെക്ക് പോസ്റ്റ് എത്തിയപ്പോഴേ ഈ പാസ് ഉണ്ടായിട്ടില്ല. അപ്പോ നിർബന്ധമായിട്ടും ഈ പാസ് ഇപ്പോ നിർബന്ധമാക്കിയിട്ടുണ്ടെന്ന് പറയുന്നത്. അതേപോലെ തന്നെ വാട്ടർ ബോട്ടിൽ അത് കൊണ്ടുപോകാനും പാടില്ല. വാട്ടർ ബോട്ടിൽ ഞങ്ങളുടെ കയ്യിൽ കുറച്ച് വാട്ടർ ബോട്ടിൽ ഉണ്ട്. വെള്ളം എടുത്ത് 2 ലിറ്ററിന് അവിടെ ആ വെള്ളത്തിന്റെ കുപ്പികളൊക്കെ ഇവിടെ ഒഴിവാക്കണം എന്നാണ് പറഞ്ഞത്. അവിടെ കണ്ടു കഴിഞ്ഞിട്ട് ഫൈൻ അടിക്കുന്ന പറഞ്ഞത്. അപ്പൊ കുപ്പി നമ്മളിവിടെ ഒഴിവാക്കി. അങ്ങനെ ഇവിടുന്ന് അവരുടെ ഇ പാസ് സെറ്റ് ചെയ്ത് തന്നിട്ടോ. ഓൺലൈനിൽ ഇ പാസ് സെറ്റ് ചെയ്ത് തന്നെ, കാശൊന്നും മേടിച്ചില്ല. ഓൺലൈനിൽ അവരുടെ ഇ പാസ് സെറ്റ് ചെയ്ത് തന്നു. 1 മണിക്കൂർ 30 മിനിറ്റ്. അങ്ങനെ കൊടൈക്കനാലിക്കുള്ള വെൽക്കം ടു കൊടൈക്കനാൽ. എവിടെ മാറ്റി ഇവിടെ ഡാം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്? എവിടെ ഡാം? എവിടെടാ ഡാമിന്റെ ഇതില് രസം എന്താ അറിയോ? ഞാൻ മല നോക്കാം. ആ മലകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന തടാകം കണ്ടോ? എന്താണ് നമ്മൾ വന്ന റോഡാണ് കാണുന്നത്. ആ ചെറിയ തമിഴ്നാടിന്റെ ഒരു നല്ല ഭംഗിയുള്ള ഭാഗമാണ് കൊടൈക്കനാല്, പഴനി, പൊള്ളാച്ചി. ഇന്ത്യയിലൊട്ടുക്കും വേൾഡ് വൈഡ് തന്നെ ഇവിടുന്ന് നാളികേരല്ലേ ഇളനീർ കയറ്റി പോകുന്ന സ്ഥലമാണ് പൊള്ളാച്ചി. തഞ്ചാവൂർ കഴിഞ്ഞ ഏറ്റവും വലിയ നെല്ലറാണ് പൊള്ളാച്ചി പഴനി ഏരിയ. തമിഴ്നാട് ഏറ്റവും വലിയ നെല്ലറ പൊള്ളാച്ചി മറ്റാണ് തഞ്ചാവൂരാണ്. തഞ്ചാവൂർ പക്കം താ ഇത് കൊടൈക്കനാൽ. അതായത് തഞ്ചാവൂർ, മധുരൈ, കൊടൈക്കനാൽ, പളനി തമിഴ്നാടുമായിട്ട് പിരിയാൻ പറ്റാത്തൊരു ബന്ധമുള്ള ഒരാളാണ് മാറ്റി. നമുക്ക് അവന് ഇന്റെ അടുത്തുനിന്ന് ഇല കളക്ട് ചെയ്തിട്ട് നമ്മ ഒരുക്കൊണ്ടുവരും. നമ്മ ദേവട്ടം കടയ്ക്ക് അപ്പുറത്തെ കടയ്ക്കൊക്കെ ഇല കൊടുക്കണത് ഞാൻ കുപ്പി തിരിച്ചു ഓടിക്കട്ടോ. കുപ്പി ഒന്നും വേണ്ടാൻ പറ്റില്ല. കുപ്പി വരാൻ പറയും. വെള്ളം കുടിച്ചു. കുപ്പിയാട്ട് കുപ്പി വെള്ളം കൂടെ കുപ്പി കൂടെ തിരിച്ചു കൊടുക്കും. അതിലൊന്നും വെള്ളം തരാം. കുപ്പി എടുക്കണം. ചായ അടിച്ചാലോ? ചായ പറഞ്ഞോ? ബ്ലാക്ക് ടീ 1 2 ചായ. കേക്ക് വേണ്ട പോകുന്നില്ല.
കട കിട്ടില്ലേ? ഓക്കെ, നമ്മൾ പറയാൻ മനസ്സിലായില്ല. മസാല എടുത്ത് കുടിച്ചോ. വെറുതെ ആളെടുത്ത് പൈസ മേടിക്കാൻ വേണ്ടി കൺഫ്യൂഷൻ ഒക്കെ ഞങ്ങളൊക്കെ ഇവിടെ കൂടിയിട്ട് കൺഫ്യൂഷൻ ഒന്നുമില്ല. ഒരാൾക്ക് ശുക്ർ വേണം, ഓരോരുത്തർക്ക് വേണം, ഓരോരുത്തർ പറയൂലേ. കട്ടൻ ചായ മറ്റേ എന്താ പറയാ പൊടിക്കട്ടം വേണമെന്നോ പൊടിക്കട്ടം വേണ്ടെന്നോ ഷുഗർ ഇല്ല, ഇട്ടിട്ടുള്ളൂ. പ്രശ്നം ഓനാ മറ്റേ തിക്കാശിന്റെ വെള്ളം തന്നിട്ട് കട്ടൻ ചായ പറഞ്ഞ പറ്റില്ല. വന്നിട്ട് അയില് പൊടിയില് അപ്പൊ ഉള്ളതിന് ഇതാവൂലേ. അപ്പൊ ആരെ പഠിപ്പിക്കുന്നു? അത് പോട്ടെ, ജോലി വണ്ടി 6 കിലോമീറ്റർ ആളുതാ മുതലാളി. ഒരു റൂമാ? റൂമാണ്. ഇങ്ങനെ 1.5 കിലോമീറ്റർ ഡിസ്റ്റൻസ്. ഞങ്ങള് പാത്തിട്ട് ഫൈനലി നമ്മള് കൊടൈക്കനാലിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മള് റൂം ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ കൂടുതൽ 2 ആള് റൂം നോക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. ഒരുപാട് നസറേ ആക്സിലേറ്റർ ഒന്ന് കൊടുത്താണ്. അത് ബാക്കിൽ ഒരു സൗണ്ട് വരുന്നുണ്ടാവും, സംശയമുണ്ട്. സൈലൻസർ മന്നേ കൊടൈക്കനാലിൽ എത്തിട്ടോ. സമയം ഇപ്പോ 6:30 മണിയാണ്. കോടമഞ്ഞ് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ നമ്മുടെ കൂടുതലുള്ള ആൾക്കാർ റൂം നോക്കാൻ വേണ്ടിട്ട് പോയിക്കാണ്. ഇവിടെയാണ് ഇപ്പൊ റൂം. നമ്മളിപ്പോ അവിടെ നല്ല ബാർഗെയിൻ നടന്നുകൊണ്ടിരിക്കട്ടോ. ഓഫ് സീസൺ കൊണ്ട് ആളുകൾ കുറവാണ്. 2000, 2500, 3000, 4000 ഒക്കെ പറയണ്ട്. നമുക്കൊന്ന് പോയി നോക്കാം എന്താണ് അവിടുത്തെ അവസ്ഥ. റൂം സെറ്റ് ആയോ? കോടമഞ്ഞ് നന്നായിട്ട് ഇറങ്ങുന്നുണ്ട്. എങ്ങനല്ലേ ഇരുട്ടായി തുടങ്ങിട്ടോ. നമ്മൾ ആ റൂം തന്നെ സെറ്റ് ചെയ്തിട്ടോ. എത്ര ആദ്യം പറഞ്ഞു? 2700. 2700 ആദ്യം പറഞ്ഞു. പിന്നെ അത് 2500 ആയി. ലാസ്റ്റ് 2200 കൺഫേം ആണ്. നമ്മളെ കൂടെയുള്ള 2 പേരെ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് രാത്രിക്ക് എന്താണ് പറഞ്ഞ ബിരിയാണിയോ? നാളെ കാലത്ത് ബിരിയാണി. അപ്പൊ ഇന്ന് രാത്രിക്കൊക്കെ ഉള്ള നെയ്ച്ചോറും ചിക്കൻ കറിയും. ഇതാണ് നമ്മളെ റൂം. നമ്മളെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇനി നാളെ രാവിലെ കൊടൈക്കനാല് കുറച്ച് സ്ഥലങ്ങളൊക്കെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. ഇതാട്ടോ നമ്മുടെ കിച്ചൺ. എന്തുവാണ് ഈ കിച്ചൺ 700 രൂപ പറയുന്നവര്? എന്റെ നമ്മുടെ അവിടെ ചിക്കൻ കറി എടാ നാസറ, ചിക്കൻ കറി അല്ലേ? ഊട്ടിലെ കിച്ചൺ നല്ല വൃത്തി ഉണ്ടാവുന്നല്ലോ അല്ലേ? അടിപൊളി കിച്ചൺ ആയിരുന്നു. ഫ്രിഡ്ജ് പോലൊരു സാധനം കേട്ടോ. ഫ്രിഡ്ജല്ല, മസാലകളോ കിടക്കട്ടോ നേരത്തെ. വെളുത്തുള്ളി പറഞ്ഞിട്ടുണ്ട്. നമ്മളെ